Welcome to Lakshya Learning App. Sentence correction is a very important area in case of SSC, PSC exams and bank exams also. In this session, we will discuss about sentence correction. In each session, we will discuss a maximum of up to 10 questions. And we will take question by question. We will discuss in detail what's wrong about a particular question. And I will also discuss what all things to be taken into account when you attend such questions in future. Welcome to the session. Question number 1. The Kamaleshwar reservoir in the sanctuary is a best place to see the marsh crocodile. I repeat, the Kamaleshwar reservoir in the sanctuary is a best place to see the marsh crocodile. നിങ്ങൾക്ക് യൂഷ്വലി തരുന്ന സെൻറ്റൻസിനെ 4 പാർട്സ് ആയിട്ട് തിരിച്ചിരിക്കും. ABCD എന്ന് കൊടുത്തേക്കും. ചിലപ്പോൾ സെൻറ്റൻസിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ആ മിസ്റ്റേക്ക് ഉള്ള പോർഷനായിരിക്കണം നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരു മിസ്റ്റേക്കും ഒരു സെൻറ്റൻസിനകത്ത് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ മാർക്ക് ഡി ഓപ്ഷൻ. ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി നോ ഇറർ എന്ന് അല്ലെങ്കിൽ നോ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നോ ഇറർ എന്ന് കൊടുത്തേക്കും. ആദ്യത്തെ 3 പാർട്ടിലും ഒരു മിസ്റ്റേക്കും ഇല്ലെങ്കിൽ നോ ഇറർ എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ദി കമലേശ്വർ റിസർവോയർ ഇൻ ദി സാങ്ച്വറി ഈസ് എ ബെസ്റ്റ് പ്ലേസ് ടു സീ ദി മാർഷ് ക്രോക്കഡൈൽ. ഓക്കെ, എളുപ്പമാർഗത്തിന് വേണ്ടി ഒരു കാര്യം എപ്പോഴും പറഞ്ഞുതരാം. 90% സെൻറ്റൻസ് കറക്ഷൻ ക്വസ്റ്റിനകത്തും ബി അല്ലെങ്കിൽ സി പോർഷനകത്തായിരിക്കും മിസ്റ്റേക്ക് ഉണ്ടാവുക. 90% ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേന്ന് വെച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ബി പോർഷനിലോ സി പോർഷനിലോ ആയിരിക്കും മിക്കവാറും മിസ്റ്റേക്സ് തരുന്നത്. കാരണം ഇവിടെ എപ്പോഴും ഒരു സബ്ജക്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് സാറിന് അതിൽ കുറവാണ്. അപ്പോൾ അത് തുടർന്ന് അത് ബേസ് ചെയ്ത് അങ്ങോട്ട് എഴുതുന്ന മറ്റ് പാർട്സ് ഓഫ് സെൻറ്റൻസിലായിരിക്കും മിസ്റ്റേക്ക് സാധാരണഗതിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, സെക്കൻഡ് പാർട്ട് നോക്കുക. ഈസ് എ ബെസ്റ്റ് പ്ലേസ് ടു സീ ദി മാർഷ് ക്രോക്കഡൈൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മിസ്റ്റേക്ക്? ഈ ബെസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ബെസ്റ്റ് എന്ന് പറയുന്ന വാക്കൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EST അല്ലെങ്കിൽ STയിൽ അവസാനിക്കുന്ന വാക്കുകളൊക്കെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ബെസ്റ്റ്, വെസ്റ്റ്, സ്ട്രോങ്ങസ്റ്റ്, ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ EST അല്ലെങ്കിൽ STയിലൊക്കെ അവസാനിക്കുന്ന വാക്കുകൾ ആണ് സാധാരണഗതിയിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതിൽ ഡിഗ്രീസിനെ 3ആയിട്ട് ക്ലാസ് പോയിട്ടുണ്ട്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ സ്ട്രോങ് എന്ന് പറയുന്ന വേർഡ് വെറുതെ അങ്ങനെ സാധാരണ വെറുതെ കിടക്കുന്ന വേർഡ്സ് പോസിറ്റീവും അതിനോടൊപ്പം ER അല്ലെങ്കിൽ മോർ എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് കമ്പാരിറ്റീവും EST അല്ലെങ്കിൽ മോസ്റ്റ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് സൂപ്പർലേറ്റീവും ആകും. ഒരു വാക്ക് വെറുതെ കിടക്കണമെങ്കിൽ അത് പോസിറ്റീവ്, അതിനോടൊപ്പം ER അല്ലെങ്കിൽ മോർ, സ്ട്രോങ്ങർ, സ്ട്രോങ് പോസിറ്റീവ്, സ്ട്രോങ്ങർ അല്ലെങ്കിൽ മോർ സ്ട്രോങ് കമ്പാരിറ്റീവ് ആണ്. സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് സ്ട്രോങ്, അങ്ങനെ മോസ്റ്റ് എന്ന് കിടക്കുകയാണെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടെങ്കിൽ ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് തൊട്ട് മുൻപ് ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ എപ്പോഴും ദ ആയിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപ് ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ എപ്പോഴും ദ ആയിരിക്കണം. നമുക്ക് എ ആൻഡ് ദ ഈ 3 ആർട്ടിക്കിൾസ് ആണുള്ളത്. അതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന് മുൻപ് എപ്പോഴും ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, റിവേഴ്സ് നദികളുടെ പേരുകൾക്ക് മുന്നിലും ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ദ ഗംഗ, ദ യമുന, ദ കാവേരി, ദ ഗോദാവരി, അങ്ങനെ നദികളുടെ പേരുകൾക്ക് മുന്നിലും ദ ഉപയോഗിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ കൺസിഡർ റിവേഴ്സിന് മുന്നിലും ഓൾവേസ് യൂസ് ദി ആർട്ടിക്കിൾ ദ. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ ബി പോർഷനാണ് മിസ്റ്റേക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെ വരണം? ഈസ് ദി ബെസ്റ്റ് പ്ലേസ് എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫോട്ടോസിന്തസിസ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് സൺ. നമ്മളൊന്ന് വെറുതെ വായിച്ചു നോക്കുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും ഇവിടെ തോന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സൺ, മൂൺ, എർത്ത്, സൺ, മൂൺ, എർത്ത് തുടങ്ങിയ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ യൂഷ്വലി അതിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫോട്ടോസിന്തസിസ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ സൺ എന്നായിരുന്നെങ്കിൽ നമുക്കത് കറക്റ്റ് ആക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ സി പോർഷനിലാണ് മിസ്റ്റേക്ക്. ഫോട്ടോസിന്തസിസ് പോസിബിൾ ബിക്കോസ് ഓഫ് സൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് ബി നോട്ടഡ് ഹിയർ ഈസ് സൺ, മൂൺ, എർത്ത്. ഇവയ്ക്ക് മുന്നിൽ ഓൾവേസ് യൂസ് ആർട്ടിക്കിൾ ദ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3. നേഹ ഈസ് എ വെരി ഗുഡ് ഫാഷൻ ഡിസൈനർ ബട്ട് ഹെർ ഡിസൈൻസ് ആർ നോട്ട് ഈസിലി ആക്സസിബിൾ വിത്ത് ദി പബ്ലിക്. വൺസ് മോർ. നേഹ ഈസ് എ വെരി ഗുഡ് ഫാഷൻ ഡിസൈനർ ബട്ട് ഹെർ ഡിസൈൻസ് ആർ നോട്ട് ഈസിലി ആക്സസിബിൾ വിത്ത് ദി പബ്ലിക്. ക്ലിയർ. സെൻറ്റൻസ് കറക്ഷനിൽ വൺ തിങ് ഷുഡ് ബി നോട്ടഡ്. എപ്പോഴും ഓർത്ത് വച്ചേക്കുക, പ്രിപ്പോസിഷൻ്റെ യൂസേജിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ഒരിടത്ത് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ മറ്റൊന്ന് തരും, ഇല്ലെങ്കിൽ ആർട്ടിക്കിൾസ് മാറ്റിത്തരും. നമ്മൾ പഠിക്കുമ്പോൾ ആർട്ടിക്കിളും പ്രിപ്പോസിഷനൊക്കെ വളരെ ചെറിയൊരു ടോപ്പിക്കായിട്ട് തോന്നാമെങ്കിലും ചില വാക്കുകളോടൊപ്പം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇന്നതാണ്. ചിലരോടൊപ്പം ടു ആണ്. ഇപ്പോൾ ഗുഡ് അറ്റ്, ബാഡ് അറ്റ് എന്നൊക്കെ പോലെ ചിലരോടൊപ്പം ടു ആണ് ഉപയോഗിക്കേണ്ടത്, ചിലരോടൊപ്പം ഓഫാണ് ഉപയോഗിക്കേണ്ടത്, ചിലരോടൊപ്പം വിത്താണ് ഉപയോഗിക്കേണ്ടത്. അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ എന്താണ്, ഈ സെൻറ്റൻസ് വെറുതെ വായിച്ച് നോക്കുമ്പോൾ നമുക്കത് മിസ്റ്റേക്ക് ഒന്നും തോന്നാൻ വഴിയില്ല. അതുകൊണ്ട് പ്രിപ്പോസിഷൻ കൃത്യമായിട്ട് യൂസേജ് പഠിച്ചു വെച്ചാൽ മാത്രമേ ആ ചെറിയ മിസ്റ്റേക്സ് സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നേഹ ഈസ് എ വെരി ഗുഡ് ഫാഷൻ ഡിസൈനർ ബട്ട് ഹെർ ഡിസൈൻസ് ആർ നോട്ട് ഈസിലി ആക്സസിബിൾ വിത്ത് ദി പബ്ലിക്. ആക്സസിബിൾ വിത്ത് എന്ന യൂസേജ് തെറ്റാണ്. കാരണം ആക്സസിബിൾ എന്ന വാക്കിനോടൊപ്പം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ വിത്ത് അല്ല, ടു ആണ്. ഓൾവേസ് യൂസ് ടു അലോങ് വിത്ത് ആക്സസിബിൾ. ഓക്കെ, അപ്പോൾ അക്സസിബിൾ ടു ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ അപ്പോൾ നേഹ ഈസ് എ വെരി ഗുഡ് ഫാഷൻ ഡിസൈനർ ബട്ട് ഹെർ ഡിസൈൻസ് ആർ നോട്ട് ഈസിലി ആക്സസിബിൾ ടു ദി പബ്ലിക് എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആക്കാമായിരുന്നു. ഇവിടെ ആക്സസിബിൾ വിത്ത് ദി പബ്ലിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സി പോർഷനാണ് മിസ്റ്റേക്ക്. അതോടൊപ്പം തന്നെ ടു ഉപയോഗിക്കേണ്ട 1-2 കേസുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. സീനിയർ ടു, ജൂനിയർ ടു സ്ഥിരം ചോദിക്കുന്നതാണ്. ഹീ ഈസ് സീനിയർ ദാൻ മീ, കമൽ ഈസ് ജൂനിയർ ദാൻ മീ ഇൻ ദി കോളേജ്. ക്ലിയർ. അപ്പോൾ കമൽ ഈസ് സീനിയർ ദാൻ മീ അറ്റ് ദി കോളേജ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവിടെ സീനിയർ ദാൻ മീ, ജൂനിയർ ദാൻ മീ എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കുമ്പോൾ രണ്ടുപേർ തമ്മിലെ കമ്പയർ ചെയ്യുന്നതായിട്ട് നമ്മൾ ദാൻ ഒരു യൂസേജ് കറക്റ്റാണെന്ന് നമ്മൾ എടുക്കാറുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. സീനിയർ ടു, ജൂനിയർ ടു. അപ്പോൾ സീനിയറും ജൂനിയറോടൊപ്പം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ടു ആണ്. സീനിയർ ടു, ജൂനിയർ ടു നോർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ പ്രിഫർ ടു, റെഫർ ടു. ഐ പ്രിഫർ കോഫി ദാൻ ടീ. റോങ് യൂസേജ് ആണ്. ഐ പ്രിഫർ കോഫി ടു ടീ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഐ പ്രിഫർ കോഫി ടു ടീ. ക്ലിയർ. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു. ഈ ക്വസ്റ്റ്യനിൽ പഠിക്കേണ്ടത് ആക്സസിബിൾ ടു. ആക്സസിബിളിന് ശേഷം ടു എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ടുവിനോടൊപ്പം അല്ലെങ്കിൽ ടു ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻസ്, വാക്കുകൾ വേറെ ഒരുപാട് പഠിക്കാനുണ്ട്. മറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ തൽക്കാലം ഈ 5 വാക്കുകൾ പഠിക്കുക. സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു, ആക്സസിബിൾ ടു. ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻ നമ്പർ 4. വൈ ഷീ വാസ് ആംഗ്രി വിത്ത് ഹെർ സൺ. കേൾക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് തോന്നത്തില്ല. അവൾ എന്തുകൊണ്ടാണ് മകനോട് ദേഷ്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരുന്നതെന്നാണ് ചോദിക്കുന്നത്. വൈ ഷീ വാസ് ആംഗ്രി വിത്ത് ഹെർ സൺ. ദേഷ്യപ്പെട്ടിരുന്നതെന്നാണ് ചോദിക്കുന്നത്. വായിച്ചപ്പോൾ പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ല. ബട്ട് യു ഷുഡ് ഓൾവേസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വെദർ ദ ഗിവൺ ക്വസ്റ്റ്യൻ അതൊരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ക്ലിയർ. നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സാധാരണ സെൻറ്റൻസ് ആണോ അത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ തന്നെയാണോ എന്ന് വെച്ചാൽ സെൻറ്റൻസിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന വാക്കുകൾക്ക് ചില പ്രത്യേക ഓർഡറുണ്ട്. ഇവിടെ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്താലും, അല്ലെങ്കിൽ ഒരു വെർബ് യൂസ് ചെയ്താലും, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് യൂസ് ചെയ്താലും, ഓക്സിലറി വെർബ് യൂസ് ചെയ്താലും ഒക്കെ ദർ ഇസ് എ സ്പെസിഫിക് ഫോമാറ്റ് ടു ബി ഫോളോഡ്. അപ്പോൾ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിട്ട് എന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ ഏത് ഫോമാറ്റാണ് ഫോളോ ചെയ്യേണ്ടത്? QASM എന്നങ്ങ് പഠിക്കുക. ക്ലിയർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ QASM എന്ന ഫോമാറ്റ് കാണാതെ പഠിക്കുക. ക്വാസം എന്ന് പഠിച്ചാൽ മതി. ക്വാസം, QASM അല്ലെങ്കിൽ ക്വാസം എന്ന് പഠിക്കുക. ക്വാസം എന്താണെന്ന് നമുക്ക് നോക്കാം. Q വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ക്വസ്റ്റ്യൻ വേർഡ്. വൈ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ WH ക്വസ്റ്റ്യൻസ് ആകണം. അപ്പോൾ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വാട്ട്, വിച്ച്, വെൻ, വയർ, വൈ, ഹൂ അങ്ങനെയുള്ള വാക്കുകളാണ് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ക്യൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വേർഡ്, ദെൻ എ വെച്ചിട്ട് ഓക്സിലിയറി വെർബ്. എ വെച്ച് ഓക്സിലിയറി വെർബ്. ഓക്സിലറി വെർബ് അറിയാം, 24 ഓക്സിലറി വെർബാണ് ഇംഗ്ലീഷിനകത്തുള്ളത്. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, അങ്ങനെ തുടങ്ങി 24 ഓക്സിലറി വെർബുകളുണ്ട്. അപ്പോൾ ക്വാസത്തിൽ രണ്ടാമത് വരുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. ദെൻ മൂന്നാമത് വരുന്നത് സബ്ജക്റ്റ് ആണ് വരുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിൽ പേരിന് പകരം പ്രോനൗൺസും സാധാരണ ഇതിൽ വരാം, ഇല്ലെങ്കിൽ മറ്റൊരു വസ്തുവും ആകാം. എന്താണോ ആ സെൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത് വരണം. ദെൻ എം വെച്ചിട്ട് മെയിൻ വെർബ്, എം ഫോർ മെയിൻ വെർബ്. അപ്പോൾ ക്യൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വേർഡ്, എ വെച്ചിട്ട് ഓക്സിലറി വെർബ്, എസ് വെച്ച് സബ്ജക്റ്റ്, എം വെച്ചിട്ട് മെയിൻ വെർബ്. അതാണ് ക്വാസം എന്ന് പഠിക്കാൻ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ക്വാസം എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്. ക്ലിയർ? അപ്പോൾ ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ക്വാസം എന്ന് പഠിക്കുക. ക്യൂ ഫോർ ക്വസ്റ്റ്യൻ വേർഡ്, എ ഫോർ ഓക്സിലറി വെർബ്, എസ് ഫോർ സബ്ജക്റ്റ്, എം ഫോർ മെയിൻ വെർബ്. ഇനി ഈ ഫോമാറ്റ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. വൈ ഷീ വാസ് ആംഗ്രി വിത്ത് ഹെർ സൺ. ആദ്യത്തെ വാക്ക് വൈ, ക്വാസം അങ്ങനെയാണ് വരേണ്ടത്. ക്യൂ എ എസ് എം അങ്ങനെയാണ് വരേണ്ടത്. ആദ്യം ക്യൂ ക്വസ്റ്റ്യൻ വേർഡ് ആണോ നോക്കുക, ആണ് ക്വസ്റ്റ്യൻ വേർഡാണ് കൊടുത്തിരിക്കുന്നത്. 2 ഓക്സിലിയറി വെർബാണ് വരേണ്ടത്. ഓക്സിലിയറി വെർബ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്താണ്? സബ്ജക്റ്റ്, ഷീ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ, സാം, ആർ, വാസ്, വെയർ അല്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബാണ് വരേണ്ടിയിരുന്നത്, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്സിലറി വെർബ് അല്ല. അപ്പോൾ ഏത് പാർട്ടിലാണ് മിസ്റ്റേക്ക്? ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസിൽ തന്നെ മിസ്റ്റേക്ക്. അങ്ങനെ റെയറായിട്ട് ഞാൻ ചോദിക്കാറുള്ളൂ. സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് റെയറായിട്ട് ചോദിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ മിസ്റ്റേക്കാണ്. വൈ ഷി വാസ് ആംഗ്രി. അപ്പോൾ ഇവിടെ മൂന്നാമത് വരേണ്ടത് യെസ്, സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ക്ലിയർ? അത് കഴിഞ്ഞ് ദെൻ മെയിൻ വെർബ്, ആംഗ്രി, ആംഗ്രീഡ്, മെയിൻ വെർബാണ്. അത് കുഴപ്പമില്ല, അവിടെ മെയിൻ വെർബ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? സബ്ജക്റ്റും ഓക്സിലറി വെർബും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ്. ക്ലിയർ? ഒരു സാധാരണ സെൻറ്റൻസിലായിരുന്നെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്താണ് ഓക്സിലറി വെർബ് എഴുതാമായിരുന്നു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലുള്ള സെൻറ്റൻസിൽ എപ്പോഴും QASM അല്ലെങ്കിൽ ക്വാസം എന്ന ഫോമാറ്റ് നിങ്ങൾ കാണാതെ വേണമെങ്കിൽ അങ്ങനെ എഴുതി വെച്ചങ്ങ് പഠിച്ചിരുന്നാൽ മതി. ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടേ സബ്ജക്റ്റ് വരൂ. അത് മാത്രം ഓർത്തുകൊണ്ട് തന്നെ ഈ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസും ശരിയാക്കാൻ പറ്റും. ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടേ സബ്ജക്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ ആകണമായിരുന്നു? വൈ ഷീ വാസിന് പകരം വൈ വാസ് ഷീ ആംഗ്രി വിത്ത് ഹെർ സൺ എന്നായിരുന്നുവെങ്കിൽ വൈ ക്വസ്റ്റ്യൻ വേർഡ്, വാസ് ഓക്സിലറി വെർബ്, ഷീ സബ്ജക്റ്റ്, ആംഗ്രി മെയിൻ വെർബ്. ദെൻ ബാക്കി ഇവിടെ ഞാൻ എഴുതിയില്ല, കാരണം ബാക്കി റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ആണ്. അതിങ്ങനെ പ്രത്യേകിച്ച് എഴുതിയെന്ന് വയ്ക്കേണ്ട, ക്വാസം എന്ന് എഴുതി പഠിച്ചാൽ മതി. അപ്പോൾ ക്ലിയർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും ഈ മിസ്റ്റേക്ക് ആയിരിക്കും കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ഫോമാറ്റ് കൃത്യമായി കാണാൻ പഠിച്ചു വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 ശ്രദ്ധിക്കുക. ദ വില്ലേജ് വിത്ത് ഓൾ ഇറ്റ്സ് ഹൗസസ് വെയർ ഫ്ലഡഡ് ബൈ ദി റിവർ. ഇവിടെ നോ ഇറർ എന്നൊരു പോർഷൻ ഇല്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഡെഫിനറ്റ്ലി ദർ ഇസ് എൻ ഇറർ. ക്ലിയർ? അപ്പോൾ സെൻറ്റൻസിനകത്ത് മിസ്റ്റേക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണെങ്കിൽ മാത്രമാണ് അവിടെ നോ ഇറർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു മിസ്റ്റേക്ക് ഇതിനകത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റൂ. ഇനി ദ വില്ലേജ് വിത്ത് ഓൾ ഇറ്റ്സ് ഹൗസസ് വെയർ ഫ്ലഡഡ് ബൈ ദി റിവർ. ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ഒരു മിസ്റ്റേക്കാണ് കിടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, 3 വാക്കുകൾ ശ്രദ്ധിക്കുക. എക്സാം ഹോളിലിരിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വാക്കാണ് ഈ വിത്ത് എന്ന് പറയുന്നത്. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ ഉറപ്പായും 2 സബ്ജക്ട്സ് കാണും. എവിടെയാണ് 2 സബ്ജക്ട്സ് കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാം. ഈ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്തിന് തൊട്ട് മുൻപ് ഒരു സബ്ജക്റ്റ് കാണും, തൊട്ട് ശേഷം മറ്റൊരു സബ്ജക്റ്റ് കാണും. അങ്ങനെ ഈ സെൻറ്റൻസുകളിൽ 2 സബ്ജക്റ്റ് കാണുമെന്ന് പറഞ്ഞു. യു ഓൾവേസ് കൺസിഡർ ദി ഫസ്റ്റ് സബ്ജക്റ്റ്. ഓൾവേസ് കൺസിഡർ ദി ഫസ്റ്റ് സബ്ജക്റ്റ്. ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യണം? വെർബ് എഴുതുക. ക്ലിയർ? അപ്പോൾ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത് എന്നൊക്കെ സെൻറ്റൻസിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഓൾവേസ് കൺസിഡർ ദി ഫസ്റ്റ് സബ്ജക്റ്റ് ആൻഡ് ദെൻ റൈറ്റ് ദി ആൻസർ, അല്ലെങ്കിൽ റൈറ്റ് ദി വെർബ് അക്കോർഡിംഗ് ടു ദി ഫസ്റ്റ് സബ്ജക്റ്റ്. ഓക്കെ, ദെൻ റൈറ്റ് ദി വെർബ് അക്കോർഡിംഗ് ടു ദി ഫസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണോ കിടക്കുന്നത് അതനുസരിച്ച് വെർബ് എഴുതണം. അപ്പോൾ ചിലർക്ക് ഡൗട്ട്, അതനുസരിച്ച് വെർബ് എഴുതണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, ഫസ്റ്റ് സബ്ജക്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ
ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ തുടർന്ന് എഴുതേണ്ട വെർബ് സിംഗുലാർ വെർബ്. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എഴുതേണ്ടത് സിംഗുലാർ വെർബ്. ഇനി ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എഴുതേണ്ടത് പ്ലൂറൽ വെർബ്. അത്രേ ഉള്ളൂ. അത് കോമൺ സെൻസ് ആണ്. ആദ്യത്തെ സബ്ജക്റ്റ് നോക്കാൻ പറഞ്ഞു. ഇനി ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലാർ വെർബ് എഴുതുക, പ്ലൂറൽ ആണെങ്കിൽ തുടർന്ന് പ്ലൂറൽ വെർബ് എഴുതുക. വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി വെർബ് ഓർ ഓക്സിലറി വെർബ്. അത് വെർബും ആകാം ഓക്സിലറി വെർബും ആകാം. ക്ലിയർ? അപ്പോൾ വെർബും ആകാം അല്ലെങ്കിൽ ഓക്സിലറി വെർബും ആകാം, ഏത് വേണോ ആകാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വില്ലേജ് വിത്ത് ഓൾ ഇറ്റ്സ് ഹൗസസ് വെയർ ഫ്ലഡഡ് ബൈ ദ റിവർ. ഇവിടെ എന്ത് കിടപ്പുണ്ട്? വിത്ത് എന്ന് പറയുന്നൊരു യൂസേജ് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുൻപും അതിന് തൊട്ട് ശേഷവും രണ്ട് സബ്ജക്ട്സ് കാണും. ആദ്യത്തെ സബ്ജക്റ്റ് ദ വില്ലേജ്, രണ്ടാമത്തത് ഇറ്റ്സ് ഹൗസസ്. രണ്ടാമത്തെ എന്താണ്? ഓൾ ഇറ്റ്സ് ഹൗസസ് എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുക്കാറുള്ളവർ തൊട്ടടുത്ത് കിടക്കുന്ന ഒരുമിച്ച് എടുത്താലും മതി, ഓൾ ഇറ്റ്സ് ഹൗസസ്. ക്ലിയർ? അപ്പോൾ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഫസ്റ്റ് വൺ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സെക്കൻഡ് വണ്ണിനോട് ഒരു പ്രാധാന്യവുമില്ല. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് വൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് എണ്ണി നോക്കേണ്ടത്. ദ വില്ലേജ് എന്ന് മാത്രമേ ഉള്ളൂ. ദ വില്ലേജ് എന്ന് മാത്രമേ ഉള്ളൂ സ്ഥിതിക്ക് അത് സിംഗുലാർ നൗണാണ്. ക്ലിയർ? സിംഗുലർ ആണ് അല്ലെങ്കിൽ സിംഗുലർ ആണെന്ന് ഓർത്താൽ മതി. ദ വില്ലേജസ് എന്നായിരുന്നെങ്കിൽ നമുക്കതിനെ പ്ലൂറൽ എന്ന് എടുക്കാമായിരുന്നു. ദ വില്ലേജ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് ഏതായിരിക്കണം? സിംഗുലർ തന്നെ ആയിരിക്കണം. ദ വില്ലേജ് വിത്ത് ഓൾ ഇറ്റ്സ് ഹൗസസ്. അത്രയും സബ്ജക്റ്റ് കഴിഞ്ഞു. തുടർന്ന് വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. പക്ഷേ ഇവിടെ കിടക്കുന്നത് എന്താണ്? വെയർ എന്നാണ് കിടക്കുന്നത്. വെയർ പ്ലൂറലാണ്. വെയറിൻ്റെ സിംഗുലർ എന്താണ്? വാസ് ആണ് വെയറിൻ്റെ സിംഗുലർ. അപ്പോൾ ദ വില്ലേജ് വിത്ത് ഓൾ ഇറ്റ്സ് ഹൗസസ് വാസ് ഫ്ലഡഡ് ബൈ ദി റിവർ. പലർക്കും ഇവിടെ പറ്റുന്ന മിസ്റ്റേക്ക്, ഈ വെയറിന് തൊട്ട് മുമ്പ് നോക്ക്, തൊട്ട് നോക്കുമ്പോൾ ഹൗസസ് ഒന്നിലധികം ഉണ്ട്, പ്ലൂറലാണ്, വെയർ കറക്റ്റാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ തൊട്ട് മുമ്പ് കിടക്കുന്ന നൗൺ അല്ല, അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ല നോക്കേണ്ടത്. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത് വന്നാൽ ആദ്യം കിടക്കുന്ന സബ്ജക്റ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് സിംഗുലർ ആണെങ്കിൽ ഇവിടെ സിംഗുലാർ വെർബ് എഴുതണം. അത് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ പ്ലൂറൽ വെർബ് എഴുതണം. ഇവിടെ വില്ലേജ് സിംഗുലർ ആണ്, പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് പ്ലൂറലാണ്. അപ്പോൾ ഏതൊക്കെയാണ് സിംഗുലർ ഏതൊക്കെയാണ് പ്ലൂറൽ എന്നറിയാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ഈസ്, വാസ്, ഹാസ്, ഡസ്. ഓക്സിലറി വെർബുകൾ ഈസ്, വാസ്, ഹാസ്, ഡസ് എല്ലാം സിംഗുലാർ വെർബുകളാണ്. ഇനി ഈസിൻ്റെ പ്ലൂറൽ എന്താണ്? ആർ. വാസിൻ്റെ പ്ലൂറൽ വെയർ. ഹാസിൻ്റെ പ്ലൂറൽ ഹാവ്. ഡസിൻ്റെ പ്ലൂറൽ ഡു. ക്ലിയർ? ഡിഡ് എന്ന് പറയുന്നത് ഡസിൻ്റെ പ്ലൂറൽ അല്ല, ഡസിൻ്റെ പാസ്റ്റ് ആണ് ഡിഡ് എന്ന് പറയുന്നത്. പലർക്കും ഡിഡ് ആണ് എന്ന് മനസ്സിൽ തോന്നിക്കാണാം. അപ്പോൾ അങ്ങനെ തോന്നിയവർ ശ്രദ്ധിക്കുക. ഡിഡ് എന്ന് പറയുന്നത് ഡസിൻ്റെ പ്ലൂറൽ ഒന്നുമല്ല, ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് എന്ന് പറയുന്നത്. അതുപോലെ ഹാവ്, ഇവിടെ ഹാഡ് വന്നുകൂടെയും ചെറുക്ക് തോന്നാം. ഹാഡ് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഹാഡ് എന്ന് പറയുന്നത് ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ പാസ്റ്റ് ടെൻസാണ് ഹാഡ് എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചത് ഹാസിൻ്റെ പ്ലൂറൽ എന്നാണ് ചോദിച്ചത്. ഹാസിൻ്റെ പ്ലൂറൽ ഹാവ് തന്നെയാണ്, ഡസിൻ്റെ പ്ലൂറൽ ഡു തന്നെയാണ്. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അത് സിംഗുലാർ ഓക്സിലറി വെർബ്, ഇതൊക്കെയാണെങ്കിൽ അത് പ്ലൂറൽ ഓക്സിലറി വെർബ്. ഇവിടെ അപ്പോൾ വെയർ ആണ് കിടക്കുന്നത്. വെയർ എന്താണ്? പ്ലൂറലാണ്. അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറഞ്ഞതും വാസ് ആണെങ്കിൽ കറക്റ്റാണെന്ന് പറഞ്ഞതും.